ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അല്ല, ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഏറെ വിവാദങ്ങൾക്ക് ശേഷം ഇന്ന് ജൂലൈ 17-ന് സിനിമ റിലീസായിരിക്കുകയാണ്. Sorry to interrupt. CC number 233/23. Yes, it's really shocking that Advocate David Abel Donovan is the lawyer for the defense. Janaki versus State of Kerala. EW1 Janaki Vidyadharan. Janaki Vidyadharan. ഇതുവരെ മലയാളത്തിൽ ഇറങ്ങിയ കോഡ് റൂം ഡ്രാമാസിന്റെ സെയിം ടെംപ്ലേറ്റ് തന്നെയാണ് JSK. എ വെരി ആവറേജ് ഓക്കെ മൂവി. വിക്ടിം, സർവൈവൽ ആൻഡ് സ്ട്രഗിൾ ഫോർ ജസ്റ്റിസ്. ഇതിൽ നിന്നൊന്നും JSKക്ക് ഒരു എക്സെപ്ഷൻ ഫാക്ടർ ഇല്ല. അതായത് നമ്മുടെ ജനഗണമന, നേര്, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ JSKയിലോട്ട് വരുമ്പോൾ വി ഫീൽ എവ്രിതിങ് നോൺ. ഒരു പുതുമ ഒന്നിനും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈവൻ അത് പഞ്ച് ഡയലോഗ്സിനായാലും ഒരു ഭയങ്കര ഇമോഷണൽ സീൻസിനായാൽ പോലും നമുക്കത് ഒരു ഫ്രഷ്നെസ് തോന്നുന്നില്ല. കമ്മിങ് ടു ദ കാസ്റ്റ്, ലീഡ് റോൾസിൽ വരുന്നത് സുരേഷ് ഗോപി ആൻഡ് അനുപമ പരമേശ്വരൻ. സുരേഷ് ഗോപി കുറെ കാലത്തിന് ശേഷം ബിഗ് സ്ക്രീനിൽ കാണുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് എ കം ബാക്ക്, ജസ്റ്റ് മിസ്. ഭരചന്ദ്രൻ IPS, അതേപോലെ ചിന്താമണി കൊലക്കേസിലെ ലാൽകൃഷ്ണ, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ മനസ്സിൽ വെച്ച് നമ്മൾ ഈ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ യു വിൽ റിയലി ഗെറ്റ് ഡിസപ്പോയിന്റഡ്. നമ്മുടെ പുള്ളിയുടെ റിയൽ ലൈഫ് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് ഇതിൽ റിസംബ്ലൻസ് വരുന്നുണ്ട്. ലൈക്ക് നമ്മൾ മീഡിയാസിനോടുള്ള ബിഹേവിങ് കാര്യങ്ങള്, ആസ് ആൻ MP, മോർ ലൈക്ക് നമ്മൾ ഈ സിനിമയിൽ ഈ പുള്ളി അഡ്വക്കേറ്റ് ആയിട്ട് കാണുന്നതിനേക്കാളും ഒരു റിയൽ ലൈഫ് MP ആയിട്ടുള്ള ഒരു സുരേഷ് ഗോപിയാണ് എനിക്ക് കുറച്ച് ഫീൽ ചെയ്തത്. ലൈക്ക് ഇറ്റ് ഡസൻ ഗിവ് ജസ്റ്റിസ് ടു ദ ക്യാരക്ടർ. ഇനി അനുപമ പരമേശ്വരനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷീ ഈസ് എ സ്ട്രോങ് ആൻഡ് ബോൾഡ് സർവൈവർ. നമുക്ക് പുള്ളിക്കാരുടെ ഫീലിങ്സ്, പെയിൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് അറ്റ് സം പോയിന്റ് ഇറ്റ് ഫെയിൽസ്. ഒരു പക്ഷെ അതിന്റെ കാരണം കുറച്ച് മസാലാസ് ആഡ് ചെയ്തതുകൊണ്ടാകും. ഇനി ബാക്കി കാസ്റ്റിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാധവ് സുരേഷ്, അഷ്കർ അലി, ബൈജു, യദു കൃഷ്ണൻ, ഇവരുടെയൊക്കെ പ്രസൻസ് സിനിമയിൽ ഉടനീളം ഉണ്ട്. പക്ഷെ ചില ക്യാരക്ടേഴ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ലായിരുന്നു തോന്നും. JSK റിലീസ് ആവുന്നതിന്റെ വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഡാഡ് സൺ കോംബോ ആയിരുന്നു. അതായത് മാധവ് സുരേഷ് ആൻഡ് സുരേഷ് ഗോപി. ആക്ച്വലി ഒരു സീൻ വരുമ്പോ ആൾക്കാർ കൈകൊട്ടുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ഒരു കോമഡി സീൻ ആണോ അല്ലെങ്കിൽ ഒരു പഞ്ച് സീൻ ആയിരുന്നോ എന്നത് നിങ്ങൾ കണ്ടിട്ട് പറയണം. ഇനി ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ സിനിമയുടെ ഒരു ഗ്രിപ്പ് നഷ്ടപ്പെടുന്നുണ്ട്. മേ ബി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിക്ക് കൊടുത്ത ഒരു എലിവേഷൻ കൊണ്ടാകാം. യൂഷ്വലി കോഡ് ഡ്രാമാസിൽ വേണ്ടാത്ത കുറച്ച് മസാലാസ് അല്ലെങ്കിൽ ലാർജർ ദാൻ ലൈഫ് എലമെന്റ്സ് ഈ സിനിമയിൽ ഉള്ളത് കൊണ്ടുമാണ്. ഓവറോൾ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സുരേഷ് ഗോപി ഫാൻസിനായാലും മലയാളി ഓഡിയൻസിനായാലും വൺ ടൈം വാച്ചബിൾ ആയ ഒരു മൂവിയാണ്. It is not an exceptional courtroom drama. For latest movie reviews and updates, stay tuned to Prana Taki.